ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ത്യൻ ഓഹരി വിപണികൾ ഈ ആഴ്ച ചെറിയ നെഗറ്റീവ് പ്രവണതയുടെ സമതലത്തിൽ അവസാനിച്ചു. ഉയർന്ന വൊളാറ്റിലിറ്റിയുടെ പശ്ചാത്തലത്തിൽ നിക്ഷേപകരുടെ മനോഭാവം ജാഗ്രതയോടെയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു. അടുത്ത ആഴ്ച വിപണിയുടെ ദിശ പ്രധാനമായും മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങളും ക്രൂഡ് ഓയിൽ വിലയുടെ മാറ്റങ്ങളും ആശ്രയിച്ചായിരിക്കും. ഉയർന്ന എണ്ണവില, വിദേശ നിക്ഷേപകരുടെ പിൻവലിക്കൽ, ശക്തമായ ഡോളർ എന്നിവ വിപണിയെ സമ്മർദ്ദത്തിലാക്കും. എന്നാൽ ഈ ഘടകങ്ങളിൽ ഇളവ് വന്നാൽ കുറച്ചു കാലത്തേക്ക് റാലി കാണാൻ സാധ്യതയുണ്ട്. ടെക്നിക്കലായി നോക്കുമ്പോൾ നിഫ്റ്റി 50ക്ക് 23,850, 24,150 നിരക്കുകൾക്ക് സമീപം റെസിസ്റ്റൻസ് ഉണ്ട്. 22,950, 22,700 നിരക്കുകൾക്ക് പിന്തുണ ലഭിക്കും. സെൻസെക്സിന് 75,500 റെസിസ്റ്റൻസും 74,000 സമീപം സപ്പോർട്ടും കാണാം. ആകെ കൂടി വിദഗ്ധർ സൂക്ഷ്മമായ തെരഞ്ഞെടുത്ത ഹെഡ്സിന് സമീപം സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നു. ഈ വോളട്ടൈൽ ഘട്ടത്തിൽ അതീവ ആക്രമണപരമായ നിക്ഷേപങ്ങൾ ഒഴിവാക്കി സ്റ്റോക്ക് സ്പെസിഫിക് അവസരങ്ങൾ ശ്രദ്ധിക്കണം. ബാങ്ക് നിഫ്റ്റി ഏകദേശം 13.5% വരെ താഴ്ന്നതോടെ സമ്മർദ്ദത്തിലാണ്. ഇത് കൂടുതൽ തിരുത്തലിന് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത കാലയളവിൽ 53,000, 52,000 നിരക്കുകൾ പരീക്ഷിക്കാം. 54,000 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി തുടരുന്നു. ഇത് മുകളിൽ സ്ഥിരമായി കടന്നാൽ മാത്രമേ 54,500, 55,000 വരെ ഉയർച്ച ഉണ്ടാകൂ. മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ ഓവർസോൾഡ് നിലയിലേക്ക് എത്തിയതിനാൽ ട്രേഡർമാർ ജാഗ്രത പാലിക്കുകയും റിസ്ക് മാനേജ്മെന്റ് ശ്രദ്ധിക്കുകയും വേണം. ആഗോള സംഘർഷങ്ങളും ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ വിൽപ്പനയും മൂലം വിപണികൾ ഇപ്പോഴും ഒരു റിയാലിറ്റി ചെക്ക് ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾക്ക് ശക്തമായ ഇടിവ് അനുഭവപ്പെടുന്നു. മെറ്റൽ സെക്ടർ ചെലവ് വർധനയും ട്രേഡ് തടസ്സങ്ങളും കാരണം വോളട്ടൈലാണ്. IT, ഹെൽത്ത് കെയർ, FMCG മേഖലകൾ ചില മൂല്യവാങ്ങൽ കാണുന്നു. കറൻസി ദൗർബല്യവും ഉയർന്ന എണ്ണവിലയും കുറഞ്ഞകാല സമ്മർദ്ദം സൃഷ്ടിച്ചാലും ഇന്ത്യയുടെ ശക്തമായ അടിസ്ഥാന ഘടകങ്ങൾ ദീർഘകാല വളർച്ചയ്ക്ക് പിന്തുണ നൽകുന്നു. സംഘർഷങ്ങൾ കുറയുന്ന സാഹചര്യത്തിൽ ഇതൊരു മികച്ച നിക്ഷേപ അവസരമാകാം. നിലവിലെ വിപണി ഘട്ടത്തിൽ ബൈ ഓൺ ഡിപ്പ് എന്ന തന്ത്രം ഉചിതമാണ്. കുറച്ചു കാലത്തേക്ക് സ്വർണം ഒരു ഹെഡ്ജായി നിലനിർത്താം, പക്ഷേ വരുമാനത്തിൽ കുറവ് സാധ്യതകൾ ശ്രദ്ധിക്കണം. മിഡിൽ ഈസ്റ്റ് സംഘർഷം ശക്തമാകുന്നതിനാൽ എണ്ണവില കൂടുതൽ ഉയരാൻ സാധ്യതയുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ 48 മണിക്കൂർ സമയപരിധി നൽകിയതും ഇറാന്റെ പ്രതികരണ ഭീഷണികളും വിതരണത്തിൽ തടസ്സമുണ്ടാക്കാം. ഇതിനാൽ ഇൻഫ്ലേഷൻ, വിപണി വൊളാറ്റിലിറ്റി, ഇന്ത്യ പോലുള്ള ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് സമ്മർദ്ദം എന്നിവ വർദ്ധിക്കും. എന്നാൽ സംഘർഷം കുറയുന്നുവെങ്കിൽ വിപണിയിൽ ശക്തമായ റിക്കവറി ഉണ്ടാകാം. റുപ്പി ഡോളറിനെതിരെ ഏകദേശം 93.7 എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഉയർന്ന എണ്ണവില, ശക്തമായ ഡോളർ, FIS പിൻവലിക്കൽ എന്നിവയാണ് പ്രധാന കാരണം. ഏറ്റവും മോശം സാഹചര്യത്തിൽ USD 100 വരെ പോകാമെങ്കിലും RBI ഇടപെടലും സംഘർഷം കുറയുന്നതും രൂപയെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. റുപ്പി ഡോളറിനെതിരെ ഏകദേശം 93.7 എന്ന റെക്കോർഡ് താഴ്ന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഉയർന്ന എണ്ണവില, ശക്തമായ ഡോളർ, FII പിൻവലിക്കൽ എന്നിവയാണ് പ്രധാന കാരണം. ഏറ്റവും മോശം സാഹചര്യത്തിൽ 100 പെർ ഡോളർ വരെ പോകാമെങ്കിലും RBI ഇടപെടലും സംഘർഷം കുറയ്ക്കുന്നതും രൂപയെ സ്ഥിരപ്പെടുത്താൻ സഹായിക്കും. സ്വർണം അടുത്തിടെ ഇടിഞ്ഞത് ശക്തമായ ഡോളറും ഉയർന്ന പലിശ നിരക്കുകളും മൂലമാണ്. എങ്കിലും ദീർഘകാലത്തിൽ ഇൻഫ്ലേഷൻ, ആഗോള അനിശ്ചിതത്വം എന്നിവ സ്വർണത്തിന് പിന്തുണ നൽകും. പ്രധാന സപ്പോർട്ട് നിലകളിൽ നിന്ന് വില നിലനിൽക്കുകയാണെങ്കിൽ തിരിച്ചുയരാൻ സാധ്യതയുണ്ട്. മാർച്ചിൽ മാത്രം 88,180 കോടി രൂപയുടെ FPI പിൻവലിക്കൽ നടന്നിട്ടുണ്ട്. ഇത് വിപണിയിലെ വൊളറ്റിലിറ്റിയുടെ പ്രധാന കാരണമാണ്. സെബി വിപണി കാര്യക്ഷമതയും വിദേശ നിക്ഷേപവും വർദ്ധിപ്പിക്കാൻ പുതിയ പരിഷ്കാരങ്ങൾ പരിഗണിക്കുന്നു. ടോപ്പ് കമ്പനികളിൽ ചിലത് മാർക്കറ്റ് ക്യാപിറ്റലിൽ വലിയ ഇടിവ് കണ്ടപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് മാത്രം വളർച്ച കാട്ടി. ആൽക്കം ലബോറട്ടറീസ് ഭാരം കുറയ്ക്കുന്ന മരുന്നുകളുടെ വിപണിയിൽ പ്രവേശിക്കാൻ പദ്ധതിയിടുന്നു. ബിറ്റ്കോയിൻ $68,000 താഴെയായി. ഇത് ഒരു റിസ്ക് ആസ്തിയായി പെരുമാറുമെന്ന് കാണിക്കുന്നു. ആഗോള അനിശ്ചിതത്വം ഉയരുമ്പോൾ ഇത് താഴേക്ക് പോകുന്നു. അമേരിക്കയിലെ തെക്കു പടിഞ്ഞാറൻ മേഖലയിൽ കനത്ത ചൂട് തരംഗം തുടരുന്നു. ഇത് വനാഗ്നി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. അടുത്ത ആഴ്ച വരുന്ന IPOകൾ: മെയിൻ ബോർഡ് അമീർ ചന്ദ് ജഗദീഷ് കുമാർ എക്സ്പോർട്സ് ലിമിറ്റഡ്, പവറിക്ക ലിമിറ്റഡ്, സായ് പാരന്റൽ ലിമിറ്റഡ്. SME IPOകൾ: ടിപ്കോ എഞ്ചിനീയറിംഗ് ഇന്ത്യ ലിമിറ്റഡ്, ഹൈനസ് മൈക്രോ ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, വിവിഡ് ഇലക്ട്രോമിക് ലിമിറ്റഡ്, ഇമിയാക് ടെക്നോളജീസ് ലിമിറ്റഡ്.
ക്രാഫ്റ്റൺ സിഇഒ $250 മില്യൺ ബോണസ് നൽകുന്നത് ഒഴിവാക്കാൻ ChatGPT ഉപയോഗിച്ചുവെന്ന റിപ്പോർട്ടിനെ തുടർന്ന് വിവാദത്തിൽപ്പെട്ടു. എന്നാൽ ഈ നീക്കം തിരിച്ചടിയായി മാറി നിയമപ്രശ്നങ്ങളിലേക്ക് നയിച്ചു. ഇത് സങ്കീർണമായ കോർപ്പറേറ്റ് തീരുമാനങ്ങളിൽ AI ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യത വ്യക്തമാക്കുന്നു. എലൺ മസ്ക് ടെറാഫാം എന്ന പുതിയ പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. ടെസ്ലയും സ്പേസ് എക്സും ചേർന്ന് ടെക്സസിലെ ഓസ്റ്റിനിൽ AI ചിപ്പ് നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. AI, റോബോട്ടിക്സ്, ഡാറ്റാ സെന്ററുകൾക്കായി സ്വന്തം ചിപ്പുകൾ നിർമ്മിച്ച് വർഷത്തിൽ 1 ടെറാവാട്ട് കമ്പ്യൂട്ടിംഗ് ശേഷി ലക്ഷ്യമിടുന്നു. ഇത് പുറം കമ്പനികളിൽ ആശ്രയം കുറച്ച് ഭാവിയിലെ സാങ്കേതിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്ന നീക്കമാണ്. എയർ ഇന്ത്യ ക്യാബിൻ ക്രൂവിന് കൂടുതൽ കർശനമായ ഫിറ്റ്നസ് നയം പരിഗണിക്കുന്നു. BMI മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് ശമ്പളക്കുറവ് അല്ലെങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കൽ പോലുള്ള നടപടികൾ ഉണ്ടാകാം. ജീവനക്കാരുടെ ആരോഗ്യം ഉറപ്പാക്കാനാണ് ഈ നീക്കം. എന്നാൽ ഇത് ജോലി സമ്മർദ്ദവും നീതിയുമായുള്ള ചർച്ചകൾക്കും വഴിയൊരുക്കാം. ഇന്ത്യൻ കമ്പനികൾ AI ഉപയോഗത്തിൽ മുന്നിലാണ്. പക്ഷേ വിദഗ്ധതയിലും പ്രായോഗിക നടപ്പാക്കലിലും ആഗോള ഗുണനിലവാരത്തെക്കാൾ പിന്നിലാണ്. യഥാർത്ഥ ഗുണം ലഭിക്കാൻ AI അടിസ്ഥാന ഉപയോഗത്തിൽ നിന്ന് ബിസിനസിന്റെ പ്രധാന ഘടകങ്ങളിലേക്ക് ഉൾപ്പെടുത്തി മാറ്റം കൊണ്ടുവരണം. കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ അനുബന്ധ കമ്പനി ഇൻഫിനിയ ഫിനാൻസിലെ 30.99% ഓഹരി ഏകദേശം 1293 കോടിക്ക് വിറ്റഴിക്കാൻ തീരുമാനിച്ചു. NSE BSE ഫയലിംഗുകൾ പ്രകാരം മൂലധന കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ബിസിനസിൽ നിന്നുള്ള മൂല്യം കണ്ടെത്താനും ഈ നീക്കം ലക്ഷ്യമിടുന്നു. വേദാന്ത ജയപ്രകാശ് അസോസിയേറ്റിനായുള്ള അഡാനി എന്റർപ്രൈസസിന്റെ റെസല്യൂഷൻ പ്ലാനിനെതിരെ NCLAT-നെ സമീപിച്ചു. മാർച്ച് 17-ന് NCLT അഡാനിയുടെ ബിഡ് അംഗീകരിക്കുകയും വേദാന്തയുടെ എതിർപ്പുകൾ തള്ളുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് നിയമ പോരാട്ടമായി തുടരുകയാണ്. നിലവിലെ വിപണി ഘട്ടം ബയോണ്ടിക് തന്ത്രം പിന്തുണയ്ക്കുന്നു. സ്ഥിരതയ്ക്കായി വലിയ കമ്പനികളുടെ ഓഹരികൾക്ക് മുൻഗണന നൽകുകയും വില താഴുമ്പോൾ നല്ല മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യാം. നിഫ്റ്റി 500-ലെ ഏകദേശം 120 ഓഹരികൾ ഇപ്പോൾ 52 ആഴ്ചയിലെ താഴ്ന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. ഇത് അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ മാർജിൻ ട്രേഡിംഗ് 1 ട്രില്യൺ കടന്നത് വിപണിയിലെ ലിവറേജ് വർദ്ധിപ്പിക്കുന്നതായി സൂചിപ്പിക്കുന്നു. ഇത് ലാഭവും നഷ്ടവും ഇരട്ടിയാക്കാൻ ഇടയാക്കുന്നു. ഇപ്പോഴത്തെ വോളറ്റൈൽ സാഹചര്യത്തിൽ ചെറിയ ഇടിവുകൾ പോലും മാർജിൻ കോൾസും നിർബന്ധിത വിൽപ്പനയും ഉണ്ടാക്കി വിപണി കൂടുതൽ താഴേക്ക് പോകാൻ കാരണമാകും. അതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിച്ച് ലിവറേജ് ഒഴിവാക്കി ഗുണമേന്മയുള്ള ഓഹരികളിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കുന്നത് മികച്ചതാണ്. ഈ ആഴ്ചയിലെ കോർപ്പറേറ്റ് ആക്ഷൻസ്: TIL ലിമിറ്റഡ് റൈറ്റ് ഇഷ്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, കിളിച്ച് ഡ്രഗ്സ് ഇന്ത്യ ലിമിറ്റഡ് ബോണസ് ഇഷ്യൂ 1:1, ടൈംസ് ഗ്രീൻ എനർജി ഇന്ത്യ ലിമിറ്റഡ് ബോണസ് ഇഷ്യൂ 1:1, ഗുജറാത്ത് ഇൻഡ്രക്സ് ലിമിറ്റഡ് ഇന്ററിം ഡിവിഡൻഡ് ₹7.5, Mangrove Industries Limited stock split from ₹10 to ₹1, Regal Entertainment and Consultants Limited right issue of equity share, V2 Retail Limited stock split from 10 to 1, Angel One Limited interim dividend ₹1.75, Avax Apparel and Ornaments Limited stock split from ₹10 to 5, Samvardhan Motherson International Limited interim dividend ₹0.35.